ഓക്കെ, പ്ലസ് ടു ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ക്രിച്ചോഫ്സ് ലാ എന്നറിയപ്പെടും. ക്രിച്ചോഫ്സ് ലാ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഇത് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കുറെ സെക്ഷൻ വീറ്റർ ബ്രിഡ്ജ്, അതുപോലെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ക്രിച്ചോഫ്സ് ലായെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടിരിക്കുക. ഒരു സർക്യൂട്ടിൽ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഇവയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിയമം ഓം നിയമം അല്ലെങ്കിൽ ഓംസ് ലായാണ്. എന്നിരുന്നാൽ ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലക്സ് സർക്യൂട്ടുകൾ, വളരെ വലിയ സർക്യൂട്ടുകളിൽ ഇത്തരം കാര്യങ്ങൾ, കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് ക്രിച്ചോഫ്സ് ലാ എന്ന് പറഞ്ഞാൽ. ക്രിച്ചോഫ് ലാസ്, ക്രിച്ചോഫിന്റെ നിയമങ്ങൾ. പ്രധാനമായും ഇതിന് രണ്ട് നിയമങ്ങളാണുള്ളത്. ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലാ, ക്രിച്ചോഫ് ഫസ്റ്റ് ലാ, ഇതറിയപ്പെടുന്ന പേര് ക്രിച്ചോഫ് കറണ്ട് ലാ, KCL എന്നാണ്. ക്രിച്ചോഫ് കറണ്ട് ലാ അല്ലെങ്കിൽ ഇത് ജംഗ്ഷൻ റൂൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലാ അറിയപ്പെടുന്ന പേര് KCL അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. എന്താണ് ഇത് പറഞ്ഞത്? The algebraic sum of current meeting at any junction is equal to 0. അതായത് ഇതൊരു റെസിസ്റ്റർ ആണ്. ഇത് I1 കറണ്ട് ദാ ഇങ്ങോട്ട് വരുന്നു, I2 കറണ്ട് ദാ ഇങ്ങോട്ട് വരുന്നു, I3 കറണ്ട് ഇവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, I4 പുറത്തേക്ക് പോകുന്നു. ഇനി ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലാ അല്ലെങ്കിൽ KCL അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ പറഞ്ഞത് ആൽജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ഈ ജംഗ്ഷനിൽ ഈ കറണ്ടിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കേ, അപ്പോൾ the algebraic sum of current meeting at any junction is equal to 0. അപ്പോൾ ജംഗ്ഷനിലേക്ക് വരുന്നതിനെ പോസിറ്റീവ് ആയിട്ടും ജംഗ്ഷനിൽ നിന്ന് പോകുന്നതിനെ നമുക്ക് നെഗറ്റീവ് ആയിട്ടും എടുക്കാം. ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 + I2 അതിന്റെ സമ്മ്, പോകുന്നത് -I3 - I4 അതിന്റെ തുക, എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. ഇതാണ് ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലാ അല്ലെങ്കിൽ KCL അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ പറഞ്ഞത്. The algebraic sum of current meeting at any junction is equal to 0. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ തുകയും അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലെ ആകെ കറണ്ടിന്റെ തുക എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഇനി മറ്റൊരു രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ തുകയും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെ തുകയും ഈക്വൽ ആണ്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ I1 + I2 എന്ന് എഴുതി കൂടി ഈക്വൽ ടു I3 + I4 ആയിട്ട് മാറത്തില്ലേ? ഓക്കേ, വരുന്ന കറണ്ടിന്റെ തുകയും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെ തുകയും തുല്യമാണ് എന്നും നമുക്ക് ഏതിലാ പറയാം? ഫസ്റ്റ് ലാ പറയാം. രണ്ട് രീതിയിൽ ഇത് സ്റ്റേറ്റ് ചെയ്യാം. ഒന്നുകിൽ the algebraic sum of current meeting at any junction is equal to 0. അല്ലെങ്കിൽ the sum of current entering to the junction is equal to the sum of current leaving to the junction. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ തുകയും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെ തുകയും തുല്യമാണ്. ഇതാണ് ഏതില? ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലാ. ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലാ അറിയപ്പെടുന്ന പേര് KCL അല്ലെങ്കിൽ എന്ത് റൂൾ? ജംഗ്ഷൻ റൂൾ. എന്താ പറഞ്ഞത്? The algebraic sum of current meeting at any junction is equal to 0. ഒരു ജംഗ്ഷനിലെ കറണ്ടിന്റെ ആകെ തുക എന്താണ്? 0 അല്ല എങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ തുകയും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെ തുകയും എന്താണ്? തുല്യമാണ്. The sum of current entering to the junction is equal to the sum of current leaving to that junction. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ തുകയും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെ തുകയും എന്താണ്? തുല്യമാണ്. ഓക്കേ, ഫസ്റ്റ് ലാ പേര് KCL അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. ഓക്കേ, ഇനി ക്രിച്ചോഫിന്റെ സെക്കൻഡ് ലാ ആണ്. സെക്കൻഡ് ലാ അറിയപ്പെടുന്ന പേര് KVL എന്നാണ്. ക്രിച്ചോഫ് വോൾട്ടേജ് ലാ അല്ല എങ്കിൽ അറിയപ്പെടുന്ന പേര് ലൂപ്പ് റൂൾ. ലൂപ്പ് റൂൾ എന്ന് അറിയപ്പെടും, അതുപോലെ മെഷ് റൂൾ എന്നും അറിയപ്പെടും. ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്നറിയപ്പെടുന്നത് ക്രിച്ചോഫിന്റെ എന്ത് ലായാണ്? സെക്കൻഡ് ലായാണ്. ഓക്കേ, സെക്കൻഡ് ലാ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: The algebraic sum of change in potential around any closed loop involving resistors and cell in the loop is 0.
അതായത് ഒരു റെസിസ്റ്ററുകളും സെല്ലുകളും ഉള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യലുകളുടെ തുക എന്തായിരിക്കും? സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ മസ്റ്റ് ബി എന്ത്? 0 എന്ന് പറഞ്ഞതാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് ലാ. ഇതിന്റെ പേര് KVL എന്നാണ്, അല്ലെങ്കിൽ മെഷ് റൂൾ എന്നാണ്, അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്നാണ്. സിഗ്മ സൂചിപ്പിക്കുന്നത് സമ്മിനെയാണ്. സിഗ്മ ഈ ഡെൽറ്റ V ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫിന്റെ എന്ത് ലാ എന്ന് അറിയപ്പെടുന്നത്? സെക്കൻഡ് ലാ എന്ന് അറിയപ്പെടുന്നത്. ഇതിനെ മറ്റൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലം നിങ്ങൾ ഇത് പഠിക്കുക. അതായത് ഇത് പറഞ്ഞത് ഇതാണ്: അൾജിബ്രായിക് സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽ ഇൻ ദ ലൂപ്പ് ഈസ് 0. അതായത് ഒരു ലൂപ്പിലെ പൊട്ടൻഷ്യലുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0 കിട്ടും. കുറെ റെസിസ്റ്ററുകളും കുറെ സെല്ലുകളും ഉള്ള ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സ്ഥാനത്ത് തന്നെ എൻഡ് ചെയ്യുന്ന വസ്തുക്കളാണ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെഷ് എന്നറിയപ്പെടുന്നു. ഇത്തരം ലൂപ്പുകളിൽ മെഷുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂൾ, അതുകൊണ്ടാണ് പേര് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ മസ്റ്റ് ബി, സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ മസ്റ്റ് ബി 0. ഓക്കേ, ഇതൊരു ലൂപ്പ് ആണ് എങ്കിൽ ഇവിടെ ഒരു ലൂപ്പ് ആണ് ഇത്. ഈ ലൂപ്പിലെ ഇവിടത്തെയൊക്കെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ തുക എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0 കിട്ടും എന്നാണ് കിർച്ചോഫിന്റെ ഏത് ലാ പറഞ്ഞത്? സെക്കൻഡ് ലാ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ലാ പറഞ്ഞത് ഒരു ജംഗ്ഷനിലെ കറണ്ടിന്റെ ആകെ തുക 0 ആണ്. അല്ല എങ്കിൽ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ തുകയും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെ തുകയും തുല്യമാണ്. ഓക്കേ, രണ്ടാമത്തെ ലാ പറഞ്ഞത് റെസിസ്റ്ററുകളും സെല്ലുകളും ഉള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ പൊട്ടൻഷ്യലുകളുടെ തുക കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? 0 കിട്ടും. ഇതാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് ലാ. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്: കിർച്ചോഫിന്റെ ഫസ്റ്റ് ലാ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കിർച്ചോഫിന്റെ ഫസ്റ്റ് ലാ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കിർച്ചോഫിന്റെ സെക്കൻഡ് ലാ എന്തുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കേ, പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലാ എന്തുമായി അസോസിയേറ്റഡ് ആണ്? ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കിർച്ചോഫിന്റെ സെക്കൻഡ് ലാ എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കേ, ഇനി നമ്മൾ പഠിക്കുന്നത് ഈ കിർച്ചോഫിന്റെ വോൾട്ടേജ് ലാ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ വീണ്ടും പറഞ്ഞു, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മളൊരു സർക്യൂട്ടിൽ കറണ്ടും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഓംസ് ലാ ഉപയോഗിച്ചിരുന്നു. എന്നാൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള സർക്യൂട്ടുകളിൽ ഈ ഓംസ് ലാ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കിർച്ചോഫിന്റെ ലാ. അപ്പൊ പരീക്ഷയ്ക്ക് കിർച്ചോഫിന്റെ ലാ ഉപയോഗിച്ചുകൊണ്ട് കറണ്ടും വോൾട്ടേജ് ഒക്കെ കണ്ടെത്താനായിട്ട് ചോദ്യങ്ങൾ വരും, പ്രോബ്ലംസ് വരും. അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 4 കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കാര്യം, ഒരു സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അളക്കുന്നത്. ഒരു എല്ലായ്പ്പോഴും നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തിട്ട് ക്ലോസ്ഡ് ലൂപ്പിലൂടെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സെല്ലിന്റെ പോസിറ്റീവ്, സെല്ലിന്റെ നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ -V ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂവ് ചെയ്തത് ഈ സെല്ലിന്റെ വോൾട്ട് 20 ആണെന്ന് കരുതുക. നിങ്ങൾ മൂവ് ചെയ്തത് ഇങ്ങനെയാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ അവിടെ 20ന് പകരം -20 എന്ന് എഴുതണം. ഇതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂള്, ഒരു സെല്ലിൽ നിങ്ങൾ മൂവ് ചെയ്തത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് മൂവ് ചെയ്തത്. അങ്ങനെ മൂവ് ചെയ്താൽ അവിടെ +V എഴുതണം. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് മൂവ് ചെയ്തതെങ്കിൽ അവിടെ +V എഴുതണം. ഇതാണ് ആദ്യ 2 റൂൾ. മൂന്നാമത്തെ റൂൾ എന്ന് പറയുമ്പോൾ, ഒരു റെസിസ്റ്റർ, ഈ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് പാസ് ചെയ്തു പോകുന്നു. റെസിസ്റ്ററിന്റെ വാല്യൂ R ആണ്. നിങ്ങൾ മൂവ് ചെയ്തത് കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ്. കറണ്ട് പോകുന്ന അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. മീൻസ് ഒരു ലൂപ്പിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ നോക്കും, ഇതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നോക്കും. നിങ്ങൾ നോക്കി വന്നപ്പോ കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അവിടെ ഉത്തരം -IR ആയിട്ട് എഴുതും. പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, കറണ്ടിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ഈ റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് -IR ആയിട്ട് എഴുതും.
4 തിരിച്ചു പറഞ്ഞാൽ നാലാമത്തെ കേസ് ഒരു റെസിസ്റ്റർ, ആ റെസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ R ആണ്. നിങ്ങൾ മൂവ് ചെയ്തതിന് കറണ്ട് മൂവ് ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ മൂവ് ചെയ്തത് എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് IR ആണ്. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് കാര്യം, നിങ്ങൾ നോക്കുന്നത് സെല്ലിന്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എങ്കിൽ അവിടെ ഉത്തരം -B എഴുതുക. നിങ്ങൾ നോക്കുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് എങ്കിൽ അവിടെ ഉത്തരം +B എഴുതുക. കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഉത്തരം കറന്റ് ഇൻടു റെസിസ്റ്റൻസ് എഴുതുക. കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ നോക്കി വരുന്നത് എങ്കിൽ അവിടെ വെറും പോസിറ്റീവ് IR ആയിട്ട് എഴുതുക. ഈ 4 റൂളാണ് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലായുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഷ് റൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലൂപ്പ് റൂളുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മൂവ് ചെയ്താൽ അവിടെ -സൈൻ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എഴുതുക. അതുപോലെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ പോസിറ്റീവ് ആക്കി എഴുതുക. കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് നിങ്ങൾ നോക്കി പോകുന്നതെങ്കിൽ അവിടെ -IR കൊടുക്കുക. കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിൽ അവിടെ +IR കൊടുക്കുക. ഇതൊരു സർക്യൂട്ടിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നോക്കിക്കേ, ബോർഡിൽ ഞാൻ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. പേര് കൊടുക്കാം A B C D E F. ഓക്കെ, ഇതൊരു സെല്ലാണ്. സെല്ലിന്റെ EMF E1. ഇതൊരു സെല്ലാണ്. സെല്ലിന്റെ EMF E2. റെസിസ്റ്ററുകളാണ് R1, R2, R3. ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് I1, ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് I2. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പൊ I1 വരുന്നു, I2 വരുന്നു. I1 ഉം I2 കൂടെ ജോയിൻ ചെയ്ത് I1 + I2 ആയിട്ട് ഇങ്ങോട്ട് പോകും. ഇതാണ് ചിത്രം. ഇങ്ങനെ ഒരു ചിത്രം ചോദ്യത്തിൽ ഇങ്ങനെ ഒരു ചിത്രം തരും. കുറെ റെസിസ്റ്ററുകളും സെല്ലുകളും കറണ്ട് ഒക്കെ രേഖപ്പെടുത്തി ഒരു ചിത്രം തന്നിട്ട് അതിൽ I1 കണ്ടെത്താനോ I2 കണ്ടെത്താനോ I3 കണ്ടെത്താനോ ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്ര, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നത് KVL അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ 2 സെല്ലുകളും 3 റെസിസ്റ്ററുകളും ഉണ്ട്. E1 E2 2 സെല്ലുകളാണ്. E1 E2 2 സെല്ലുകളാണ്. R1 R2 R3 3 റെസിസ്റ്ററുകളാണ്. I1 I2 കറണ്ട് ആണ്. I1 I2 കൂടെ ചേർന്ന് I1 + I2 ആയിട്ട് ഇങ്ങനെ പോകും. R3 ലേക്ക് വരുന്ന കറണ്ട് I1 + I2 ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ലൂപ്പിന്റെ പേര് പറയാം. A B C D A. ലൂപ്പ് കണ്ടാടെ A B C D A ഒരു ലൂപ്പാണ്. തുടങ്ങിയ സ്ഥാനത്ത് തന്നെ എന്ത് ചെയ്ത് അതിന്റെ പേരാണ് ലൂപ്പ്. ഈ ലൂപ്പിൽ കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ആയിട്ട് നോക്കാം, അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നോക്കാം. ABCD എന്ന് എഴുതിയിരിക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ്. ഇനി ഇതേ ലൂപ്പിനെ തന്നെ ADCBA എന്ന് എഴുതുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതിന് ക്ലോക്ക് വൈസിൽ നോക്കാൻ പറ്റും, ആന്റി ക്ലോക്ക് വൈസിൽ നോക്കാം. തൽക്കാലം ഞാൻ ഇവിടെ നോക്കുന്ന ഏതിലാണ്? ക്ലോക്ക് വൈസിലാണ്. ഓക്കെ, ക്ലോക്ക് വൈസിൽ ഇവിടെ കിർച്ചോഫിന്റെ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവാം. നോക്കിക്കേ, ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് കിർച്ചോഫിന്റെ വോൾട്ടേജ് പറഞ്ഞത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, അതിന്റെ തുക എന്ന് പറഞ്ഞാൽ 0 വിട്ടു. അപ്പൊ പൊട്ടൻഷ്യൽ എല്ലാ സ്ഥലത്തും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 0 വരണം. അതാണ് KVL. ഇവിടെ AB എന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഒന്നും തന്നെ ഇല്ല. BC യിലേക്ക് നോക്കിക്കേ, BC യിൽ വരുന്ന കറണ്ട് I1 + I2 ആണ്. റെസിസ്റ്റൻസ് R3 ആണ്. അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ? കറണ്ടും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ നോക്കിക്കേ, നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്, ബിയിൽ നിന്ന് സിയിലേക്കാണ്. കറണ്ട് വരുന്നതും ബിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പൊ കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? -സൈൻ കൊടുക്കണം. അപ്പൊ ഇവിടത്തെ കറണ്ട് എഴുതുമ്പോ മൈനസ് എന്ന് എഴുതുക, I1 + I2 ഇൻറ്റു ആര്? R3. ഇനി താഴോട്ട് CD പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നുമില്ല. അടുത്തത് ഡിയിൽ നിന്ന് എയിലേക്ക് നോക്കിക്കേ, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് സെല്ല്. നെഗറ്റീവ് ടു പോസിറ്റീവ് വന്നാൽ
നെഗറ്റിവിറ്റി പോസിറ്റീവ് വന്നാൽ അവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ E2 എന്ന സെല്ലിന്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. അപ്പൊ പ്ലസ് എന്താന്ന് എഴുതാം? E2 എന്ന് എഴുതാം. E2. ഇനി അടുത്തത് ഈ റെസിസ്റ്റർ നമ്മൾ വരുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. കറണ്ടിന്റെ ഡയറക്ഷനും അങ്ങോട്ട് തന്നെയാണ് അല്ലേ? അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലായ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടുത്തെ കറണ്ട് നെഗറ്റീവ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? -I2 ഇൻറ്റു റെസിസ്റ്റൻസ് R2 ഈക്വൽ ടു R0. ഇതാണ് കിർച്ചോഫിന്റെ KVL എന്ന റൂള് ഒരു ലൂപ്പിൽ അപ്ലൈ ചെയ്യും. ആ ലൂപ്പിന്റെ പേര് ABCDA എന്നായിരുന്നു. ഇത് നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാല് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോ -I2 R2 -I1 plus I2 R3 plus E2 equal to 0. ഇതിനെ ഇവിടെ അപ്പുറത്തോട്ട് വരാം. -I2 R2 -I1 plus I2 R3 equal to -E2. മൂന്നിലെ മൈനസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ I2 R2 plus I1 plus I2 into R3 equal to E2. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി നിർത്താം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ I1 I2 I3 കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സമവാക്യം ഉണ്ടാക്കി അവിടെ നിർത്തിയിട്ട് അടുത്ത ലൂപ്പിൽ നിന്ന് അടുത്ത സമവാക്യം ഉണ്ടാക്കും. അങ്ങനെ ഒന്ന് രണ്ട് ലൂപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ സമവാക്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സമവാക്യങ്ങൾ സോൾവ് ചെയ്യും. രണ്ട് സമവാക്യങ്ങൾ കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം. 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ സോൾവ് ചെയ്ത് I1 I2 I3 കണ്ടത്. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ സമവാക്യം ഉണ്ടാക്കാൻ അറിയണം. സമവാക്യം ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ അവിടെ KVL അപ്ലൈ ചെയ്യാൻ പഠിക്കണം. KVL അപ്ലൈ ചെയ്യാൻ പഠിക്കണമെങ്കിൽ ഈ 4 റൂളുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് ABCDA എന്ന് പറയുന്ന ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ലൂപ്പ് എടുക്കാൻ പോവാണ്. മറ്റൊരു ലൂപ്പ് നോക്കാം. മറ്റൊരു ലൂപ്പിന്റെ പേര് ഞാൻ പറയാം, എന്റെ കൂടെ ചെയ്തോ. ലൂപ്പിന്റെ പേര് ADEFA. നമ്മൾ നേരത്തെ ക്ലോക്ക് വൈസ് ആയിട്ട് എടുത്തു. അപ്പൊ വീണ്ടും ക്ലോക്ക് വൈസ് തന്നെ നോക്കി. ADEFA പറഞ്ഞേ. ADEFA ഇതാ ഇങ്ങോട്ടാ നോക്കാം. നമ്മൾ ഇങ്ങോട്ടാ പോകുന്നു. ഇങ്ങോട്ട് പോകുന്നു, പക്ഷെ കറണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ആണ്. കറണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ പ്ലസ് സൈൻ തന്നെ കൊടുക്കുക. അപ്പൊ അവിടുത്തെ കറണ്ട് I2 ആണ്. അപ്പൊ +I2 എന്ന് എഴുതാം, R2 എന്ന് എഴുതാം. ഇനി നോക്കുക, ഇനി നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോയത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയാൽ സെല്ലിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയാൽ അവിടെ മൈനസ് സൈൻ കൊടുക്കുക. അപ്പൊ അവിടെ -E2 എന്ന് കൊടുക്കുക. ഇനി DEയിൽ പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നോക്കേണ്ടത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് സെല്ലിന്റെ. അല്ലെ, നെഗറ്റിവിറ്റി പോസിറ്റീവ് വന്നാൽ പോസിറ്റീവ് കൊടുക്കുക. അപ്പൊ +E1. ഇനി വീണ്ടും നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. കറണ്ട് അങ്ങോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഒരേ ഡയറക്ഷനിലായ മൈനസ് വരും. അപ്പൊ -I1 R1 ഈക്വൽ ടു എത്ര? ഇത്തരം പൊട്ടൻഷ്യലുകളുടെ തുക എന്ന് പറഞ്ഞാൽ 0 കിട്ടുന്നു എന്നാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ പറയുന്നത്. ഈക്വൽ ടു 0. അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇവിടെ E1 E2 ഈക്വൽ ടു ഇതിനെ അപ്പുറത്തുണ്ട്. ഇപ്പൊ I1 R1 ഇത് ഇവിടെ കൊണ്ടുവരുമ്പോൾ +I മൈനസ് ആവും, I2 R. ഇതാണ് രണ്ട് ലൂപ്പുകളിൽ ABCDAയിലും അതുപോലെ ADEFAയിലും കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യും. ഇനി നിങ്ങൾക്ക് ലൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. FBCEF ഒരു ലൂപ്പാണ്. ഇവിടെ കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി രണ്ട് ലൂപ്പ് എടുത്തു. ആ ലൂപ്പിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഇത്രയുമാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലായും കിർച്ചോഫിന്റെ സെക്കൻഡ് ലായും. കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ അറിയപ്പെടുന്ന പേര് KCL അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജുമായിട്ട് അസോസിയേറ്റഡ് ആണ്. സെക്കൻഡ് ലോ അറിയപ്പെടുന്ന പേര് KVL. ഇത് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്നറിയപ്പെടുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. സെക്കൻഡ് ലായുമായി ബന്ധപ്പെടുത്തി പ്രോബ്ലം ചെയ്യാനായിട്ട് 4 കാര്യങ്ങൾ പഠിക്കുക. സെൽ പോസിറ്റിവിറ്റി നെഗറ്റീവ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ മൈനസ് പൊട്ടൻഷ്യൽ കൊടുക്കുക. നെഗറ്റിവിറ്റി പോസിറ്റീവ് ആണ് നോക്കുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എടുക്കുക. കറന്റിന്റെ അതേ ഡയറക്ഷനിലാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ
ആ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് കൊടുക്കുക. കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, മനസ്സിലാവാനായിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിന്റെ ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിത്രത്തില് 3 റെസിസ്റ്ററുകളാണ് ഉള്ളത്. റെസിസ്റ്ററുകളുടെ പേര് 5 ഓം, 2 ഓം, 3 ഓം. 2 സെല്ലുകളാണ് ഉള്ളത്, 12 വോൾട്ട്, 6 വോൾട്ട്. ചിത്രത്തില് 3 റെസിസ്റ്ററുകൾ 5 ഓം, 2 ഓം, 3 ഓം. 2 സെല്ലുകൾ 12 വോൾട്ട്, 6 വോൾട്ട്. ഇതിൽ നിന്ന് വരുന്ന കറണ്ട് I1 എത്രയാണെന്ന് തന്നിട്ടില്ല. ഇതിൽ നിന്ന് വരുന്ന കറണ്ട് I2 എത്രയാണെന്ന് തന്നിട്ടില്ല. ഈ I1 ഉം I2 കൂടെ ചേർന്ന് താഴേക്ക് വരും, അതാണ് I3. I3 എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പൊ I1, I2, I3 കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. കാൽക്കുലേറ്റ് I1, I2 and I3. I1 എത്ര, I2 എത്ര, I3 എത്ര എന്ന് കണ്ടെത്താം. ഇപ്പൊ 3 റെസിസ്റ്ററുകളാണ് ഉള്ളത്, 5 ഓം, 2 ഓം, 3 ഓം. 2 സെല്ലുകളാണ് ഉള്ളത്, 12 വോൾട്ട്, 6 വോൾട്ട്. ഓരോന്നിലെയും കറണ്ട് ഇവിടെ നിന്ന് I1 വരുന്നു, ഇതിൽ നിന്ന് I2 വരുന്നു. I1 ഉം I2 കൂടെ ചേർന്ന് I3 ആയിട്ട് താഴേക്ക് വരുന്നു. എല്ലാം റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേര് കൊടുക്കാം. A B C D E F. പേര് കൊടുക്കും. 2 ലൂപ്പ് എഴുതുക. 2 ലൂപ്പ് എടുക്കുക. എന്ത് ചെയ്യുക? കിർച്ചോഫിന്റെ രണ്ടാമത്തെ ലോ അപ്ലൈ ചെയ്യുക. B C E F A B എന്ന ലൂപ്പ് എടുക്കാം. B C F A B. B C F A B ക്ലോക്ക്വൈസ് ആണ്, ക്ലോക്ക്വൈസ്. തിരിച്ചു കൊടുക്കാം. B A F C B കൊടുക്കാം, ആന്റി ക്ലോക്ക്വൈസ്. B C യിൽ പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല. എന്നാൽ C F ൽ നമ്മൾ താഴേക്കാണ് സഞ്ചരിക്കുന്നത്, കറണ്ട് താഴേക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷനിൽ വന്ന അവിടെ കറണ്ട് മൈനസ് ആണ്. അപ്പൊ കറണ്ട് മൈനസ് I3 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് 2 I3 ഇൻറ്റു 2. FA പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ സെല്ല് നെഗറ്റിവിറ്റി പോസിറ്റീവ് ആണ്. നെഗറ്റിവിറ്റി പോസിറ്റീവ് എന്നാണ് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് 12. അടുത്തത് ഇവിടത്തെ കറണ്ട് നമ്മൾ സഞ്ചരിക്കുന്നത് മുകളിലേക്കാണ്, കറണ്ട് നമ്മുടെ അതേ ഡയറക്ഷനിലാണ്. അപ്പൊ അവിടുത്തെ കറണ്ട് മൈനസ് ആയിരിക്കും. അപ്പൊ മൈനസ് I1 ഇൻറ്റു റെസിസ്റ്റൻസ് 5. ഇവിടത്തെ പൊട്ടൻഷ്യൽ, ഇവിടത്തെ പൊട്ടൻഷ്യൽ മൂന്നും കൂടെ കൂട്ടുമ്പോൾ ആൻസർ 0 കിട്ടും അല്ലേ? ഇനി ഇവിടെ നോക്കുമ്പോൾ അറിയാം I3 എന്ന് പറഞ്ഞാൽ അത് I1 പ്ലസ് I2 ആണ്. I1 I2 കൂടെ ചേരുന്നതാണ് I3. I3യുടെ സ്ഥാനത്ത് -2 ഇൻറ്റു I1 പ്ലസ് എന്തെന്ന് എഴുതുക? I2 എന്ന് എഴുതുക. പ്ലസ് 12 മൈനസ് 5 I1 ഈക്വൽ ടു 0. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ -2 I1 -2 I2 പ്ലസ് 12 മൈനസ് 5 I1 ഈക്വൽ ടു 0. മൈനസ് 2 I1 ന്റെ കൂടെ മൈനസ് 5 I1 കൂട്ടിയാൽ മൈനസ് 7 I1 ആണ്. 7 I1 മൈനസ് 2 I2 പ്ലസ് 12 ഈക്വൽ ടു 0. ഇതിനെ പോസിറ്റീവ് ആക്കി എഴുതിയാൽ, സൈനുകൾ മാറ്റി എഴുതിയാൽ, ഒരു മൈനസ് കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ 7 I1, ഇവിടെ ഗുണിക്കുമ്പോൾ പ്ലസ് 2 I2, ഇവിടെ ഗുണിക്കുമ്പോൾ മൈനസ് 12 ഈക്വൽ ടു 0. ഈ മൈനസ് 12 ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈക്വൽ ടു പ്ലസ് 12. ഒന്നാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇവിടെ വെട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണെങ്കിൽ, ചെറുതാക്കി എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ മാറ്റി എഴുതുക. ഇവിടെ 7 I1 ആയതുകൊണ്ട് ഇത് ഒറ്റ സംഖ്യ, ബാക്കിയുള്ളത് ഇരട്ട സംഖ്യയാണ് അല്ലേ? അപ്പൊ അത് ചെയ്യാൻ പാടാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുക. സപ്പോസ് ഇവിടെ 10 I1 ആയിരുന്നെങ്കിൽ 10ന്റെ പകുതി എഴുതുക. അതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ. ഇപ്പം 5 I1 പ്ലസ് I2 പ്ലസ് 6 അങ്ങനെ ആക്കി എഴുതുക, സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഇനി ഇതിന് മറ്റൊരു സിംപ്ലിഫിക്കേഷൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ എഴുതുക. അടുത്ത ലൂപ്പ് എടുക്കുക. അടുത്ത ലൂപ്പ് CDEFC എന്ന ലൂപ്പ് എടുക്കാൻ പോവുകയാണ്. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. ലൂപ്പിന്റെ പേര് CDEFC എന്ന ലൂപ്പ് എടുക്കുകയാണ്. ഓക്കെ, C to D പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഒന്നും തന്നെ ഇല്ല. താഴേക്ക് വന്നേ, ഇങ്ങോട്ട് വരുമ്പോ വരുന്ന കറണ്ട് നമുക്ക് ഓപ്പോസിംഗ് ആയിട്ടാണ്. ഓപ്പോസിംഗ് ആയിട്ട് വന്ന കറണ്ട് പോസിറ്റീവ് ആണ്. അപ്പൊ കറണ്ട് I2 ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് 3 ആണ്. അപ്പൊ 3I2.
3i2 ഡൗട്ട് ഇല്ല. ഇനി നോക്കിക്കേ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. അപ്പോൾ -6. E to F പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ സഞ്ചരിക്കുന്നത് F to C ആണ്. F to C കറണ്ട് താഴേക്കാണ്, ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഓപ്പോസിറ്റ് ആണ് കറണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നതാണ് പ്ലസ് ആണ്. അപ്പോൾ കറണ്ട് പ്ലസ് ആണ്. പ്ലസ് 2i3 ഈക്വൽ ടു 0. എഴുതുമ്പോൾ 3i2 plus 2i3 equal to 6. Equation number 2 and equation number 1. ഒന്നും രണ്ട് നിങ്ങൾ എടുക്കുക. ഒന്നും രണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ 7i1 plus 2i2 equal to 12. രണ്ടാമത്തെ ഇക്വേഷൻ 3i2 plus 2 into i3. i3 എന്ന് പറഞ്ഞാൽ i1 plus i2 അല്ലേ? അപ്പോൾ അതിന് നമുക്ക് i1 plus i2 എന്ന് എഴുതാം. equal to r. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും? 3i2 plus 2i1 plus 2i2 equal to r. അതായത് 2i1 plus 5i2 equal to r. ഇങ്ങനെയായിട്ട് മാറും. ഇതൊരു ഇക്വേഷൻ, ഇതൊരു ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് i1 i2 കണ്ടെത്തുക. i1 i2 കണ്ടെത്തിയാൽ i1 നോട് i2 കൂട്ടുമ്പോൾ i3 കിട്ടും. 3 കറണ്ട് കിട്ടും. അപ്പോൾ i1 i2 കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷനും, ഒന്ന് 7i1 plus 2i2 is equal to 12, രണ്ട് 2i1 plus 5i2 is equal to 6. അപ്പോൾ രണ്ടിന്റെ ഏതെങ്കിലും ഒരു ടേം സിമിലർ ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 7i1 എന്നുള്ള ടേമും 2i1 എന്നുള്ള ടേമും ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ ഒരു 7 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പോൾ പരസ്പരം സിമിലർ ആവും. ഇത് 2 കൊണ്ട് ഗുണിച്ചാൽ 14i1 പ്ലസ് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4i2 ഈക്വൽ ടു 12നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 24. അതുപോലെ ഈ ഇക്വേഷൻ 7 കൊണ്ടാണ് ഗുണിക്കാനുള്ളത്. കാര്യം ഈ i1 ന്റെ ടേം ഒരുപോലെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ i2 ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക. അപ്പോൾ 2i1, അപ്പോൾ അതിനെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 14i1 പ്ലസ് 5 × 7 35i2 ഈക്വൽ ടു 6 × 7 അല്ലേ? 7 കൊണ്ടല്ലേ ഗുണിക്കണം. അപ്പോൾ 6 × 7 42. രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ 7 കൊണ്ട് ഗുണിച്ച് 14i1 പ്ലസ് 7 35i2 പ്ലസ് 42. രണ്ട് ഇക്വേഷൻ കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്താൽ 14i1 ൽ നിന്ന് 14i1 കുറച്ചു. 14i1 ൽ നിന്ന് 14i1 കുറച്ചു. കുറയ്ക്കുമ്പോൾ ഉത്തരം 0. 4i2 ൽ നിന്ന് 35i2 കുറച്ചാൽ ആൻസർ -31i2 ഈക്വൽ ടു 24 ൽ നിന്ന് 42 കുറച്ചു. 24 ൽ നിന്ന് 42 കുറച്ചാൽ 42 - 24 8 4 12 3 ൽ നിന്ന് 18. ഉത്തരം 18 അല്ലേ? അപ്പോൾ ഇവിടെ -18. അതിൽ നിന്ന് i2 എന്ന് പറഞ്ഞാൽ -18/-31 എന്ന് പറഞ്ഞാൽ 18/31. i2 ന്റെ വാല്യൂ കിട്ടി, 18/31 കിട്ടി. i2 എന്ന് പറഞ്ഞാൽ 18/31 i2 കിട്ടി. ഇനി എന്ത് വേണം? ഇനി i1 വേണം. i1 കണ്ടുപിടിക്കാൻ ഇതിലോ നിങ്ങൾ i2 ന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇത് ചെയ്യാം. 2i1 plus 5i2 is equal to 6 അല്ലേ? അപ്പോൾ 2i1 plus 5i2 18/31 equal to 6. 2i1 equal to 6 minus 5 into 18/31 ചെയ്യുമ്പോൾ 2i1 equal to 31 into 6 minus 5 into 18/31 equal to 31 into 6. 31 into 6 എന്ന് പറഞ്ഞാൽ 186 മൈനസ് 18 into 5. 18 into 5 എന്ന് പറഞ്ഞാൽ 90 by
31. 186 നിന്ന് 90 കുറച്ചാൽ 186 നിന്ന് 90 കുറച്ചാൽ 6 18 96 അല്ലേ? അപ്പൊ 2i1 ഈക്വൽ ടു 96/31. സോറി 2i1 ഈസ് ഈക്വൽ ടു 96/31. i1 കണ്ടെത്താനായിട്ട് i1 ഈക്വൽ ടു 96/31 ഈ 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഈ 2 ഇട്ട് 96 വെട്ടുക. 96ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഉത്തരം 48 വരും അല്ലേ? 48. i1 എന്ന് പറഞ്ഞാൽ 48/31. 48/31. i2 എന്ന് പറഞ്ഞാൽ 18/31. ഇനി i3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ i3 എന്ന് പറഞ്ഞാൽ i1 പ്ലസ് i2 ആണ്. 18/31 കൂടി 48/31 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് i3 എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രോബ്ലത്തിന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കണക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇതൊന്നുമില്ല. ഒരു ലൂപ്പ് എടുക്കുക, കിർച്ചോഫിന്റെ വോൾട്ടേജിൽ അപ്ലൈ ചെയ്യുക, ഒരു സമവാക്യത്തിലേക്ക് എത്തിച്ചേരും. അതുപോലെ അടുത്ത ലൂപ്പ് എടുക്കുക, മറ്റൊരു സമവാക്യത്തിലേക്ക് എത്തിച്ചേരും. ഈ സമവാക്യങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. സമവാക്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സമവാക്യത്തിന്റെ ഏതെങ്കിലും ഒരു ടേം ഈക്വൽ ആക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് മറ്റൊരു ടേം കണ്ടെത്തിയിട്ട് ആ ടേം ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അടുത്ത ടേം കൂടെ കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളിത് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ ബാക്കി പ്രോബ്ലവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് 2 പ്രോബ്ലം നമ്മൾ 2-3 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചാൽ മാത്രമേ KVL അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തൽക്കാലം നിങ്ങൾ ഇത് എഴുതിയെടുത്ത് പഠിക്കുക. ഇത് എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ KVL അപ്ലൈ ചെയ്യുന്നതിന് 4 റൂൾ ഉണ്ട്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. എന്നിട്ട് ഒരു ലൂപ്പ് കണ്ടെത്തുക, ലൂപ്പിൽ ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്യും. ഓക്കെ. ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് കിർച്ചോഫിന്റെ ലാ ആണ്. പ്രധാനമായിട്ട് 2 ലാ, KCL-ഉം KVL-ഉം. KVL ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാം, അതിലൊരു പ്രോബ്ലം നോക്കി അടുത്ത പ്രോബ്ലവുമായിട്ട് മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, താങ്ക് യു.